Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി വെരി സൂൺ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആയിരിക്കാം ഈ ഒരു കുറച്ച് സമയത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ലെറ്റ്സ് കൗണ്ട് വരുന്ന ഒരു 3 months ടൈം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3 months ടൈമിന് ഉള്ളിൽ, ഒരു മാസം സമയത്തിനുള്ളിലായിരിക്കാം, 2 മാസം സമയത്തിനുള്ളിലായിരിക്കാം. സോ എന്താണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്കിവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഏത് കളറിനോടാണോ, ഏത് ക്യാൻഡിലിനോടാണോ, ഓർ ഏത് സ്റ്റോണിനോടാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഓർ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഹേ, ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? വെരി സൂൺ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഓൾറൈറ്റ്. സോ നിങ്ങൾ ചില കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി ഐ ക്യാൻ സീ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? നിങ്ങളുടെ ചിന്തകളോടായിരിക്കാം, ഫീലിങ്സിനോടായിരിക്കാം. നിങ്ങൾ ആക്ച്വലി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ട റൈറ്റ് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സിനോടായിക്കോട്ടെ, ഫീലിങ്സിനോടായിക്കോട്ടെ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡീപ്പ് ഷാഡോ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് വളരെ തിരിഞ്ഞു നോക്കുക എന്ന് മാത്രം എന്നുള്ളതല്ല, അവിടെ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻസ് കൂടെ നിങ്ങൾ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചെറിയ കാര്യമല്ല. ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ കൂടിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ചിന്തകളോട് നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു എനിമി എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡാണ്. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് അല്ലെ? നമ്മുടെ ഓവർ തിങ്കിങ് ആണ്. റൈറ്റ്. അതാണ് നമ്മൾ ഈ ഒരു മൊമെന്റിൽ നമ്മൾ എന്തൊക്കെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ടോ അതൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കാത്തത് നമ്മൾ ആവശ്യമില്ലാത്ത തോട്ട്സിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്താണ്. സോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് നിങ്ങളുടെ ഇതുപോലുള്ള മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ലിമിറ്റിംഗ് ബിലീഫ്, ചിന്താഗതികള്, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളിട്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾ കീപ്പ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമുക്കറിയാം, നമ്മുടെ അടുത്ത് ഒരാൾ ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ട് അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? സോ സെയിം ലൈക്ക് ദാറ്റ്, നമ്മൾ ഒരു കാര്യം നമ്മളെടുത്ത് പറഞ്ഞ് പിന്നീട് നമുക്കത് കമ്മിറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കാം. ഇതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ്. റൈറ്റ്. സോ നിങ്ങളുടെ അടുത്തൊരു കാര്യം, ഓക്കെ ഞാനിത് ചെയ്യും, ഞാൻ ഈ ഒരു കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് ഞാൻ എന്നെ കൊണ്ടുവരില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടി ചെയ്യും, അങ്ങനെ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ വരുന്ന ഒരു 1, 2, 3 months ടൈം അതിന് വേണ്ട നിങ്ങൾ എന്താണോ നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ നിങ്ങൾക്ക് സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. ആളുകളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ, ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ട് ആയിരിക്കാം പല സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. മറ്റുള്ള ആളുകളെ ഡൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് അതുപോലെ അനുഭവങ്ങൾ തന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നതും ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവുന്നതും. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നതും, ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്ത് നിങ്ങൾ ഇവോൾവ് ചെയ്യാൻ പോകുന്നതും നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളോടായിക്കോട്ടെ, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളോടായിക്കോട്ടെ, അവിടെ വലിയൊരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു
ട്രസ്റ്റ് ഇഷ്യൂ ആരോടെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മുറിവായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യാതിരിക്കാം. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. അവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരൊന്നും നോക്കിയില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട്, അല്ലെങ്കിൽ അവർ കാരണം എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയായിട്ട് അവർ ശ്രദ്ധിച്ചില്ല, എന്നെ നോക്കിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതൊക്കെയാണ് നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു വലിയൊരു മാറ്റം എടുത്തു പറയേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ കുറെ കൂടെ ഇമോഷണലി നിങ്ങളിലേക്ക് കുറച്ചുകൂടെ ഡിപ്പെൻഡഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ മറ്റുള്ള ആളുകൾ കൂടുതൽ ആശ്രയിക്കാതെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും നിങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, മൂവ് ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യത്തിന്റെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ സ്ട്രോങ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എവിടെയാണോ നിങ്ങൾക്ക് ലൈഫ് സ്റ്റക്ക് ആയിട്ട് തോന്നുന്നത്, എവിടെയാണ് നിങ്ങൾ ഇമോഷണലി ബ്ലോക്ക് ആയിട്ട് പെട്ടുപോയിട്ടുള്ളത്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്കൊരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ശരിതെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, സ്വയം ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. എല്ലാം നമുക്ക് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് ലൈഫിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. സോ ചില സമയത്ത് നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, അതിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഉള്ളതായിരിക്കാം ആങ്സൈറ്റി, ഫിയർ, ഡൗട്ട്, ഇത് എന്താവും ചെയ്താൽ എന്താവും എന്നുള്ള കൺസേണും അല്ലെ. സോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ ഒരു പേടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ എന്ത് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മൊമെന്റ് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം, ഡൗട്ട് ഉണ്ടായിരിക്കാം. അതിന്റെ കൂടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വരുന്ന സമയത്താണ് അതിൽ അവർ സക്സസ് ആവുന്നതാണെന്നുണ്ടെങ്കിലും ഈവൻ ഫെയിൽ ആവുന്നതാണെന്നുണ്ടെങ്കിലും റൈറ്റ്. സോ നിങ്ങൾക്ക് അതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ പേടി കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അത് അവിടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അഗൈൻ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചില ആക്ഷൻസ് എടുക്കുന്ന സമയത്താണ്. ഓക്കെ, സോ ചിലത് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ്. ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ അട്രാക്ഷൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ്. ഓക്കെ, ആൻഡ് അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചില ആക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം, ചിലത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല ചില കാര്യങ്ങൾ, ചിലത് നിങ്ങൾ ഫാന്റസൈസ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, കുറച്ചുകൂടി കാര്യങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ നിങ്ങൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത്, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ നിങ്ങളെ പോലും എക്സ്പെക്ട് ചെയ്യാത്ത മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, ചിലത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്തും. ഓക്കെ, ബിക്കോസ് ചില ആളുകളെ നിങ്ങളുടെ ഒരു ഫാന്റസി വേൾഡ് ബ്രേക്ക് ചെയ്തിട്ട് വരികയാണ്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ചില ആക്ഷൻസ് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ ചില തിരിച്ചറിവ് വന്ന് അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി ലൈക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ഷെയറിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് അത്ര ഒരു വിശ്വാസമില്ലാത്തത്, ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം, ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കാം എന്ന് നിങ്ങൾക്ക് അത്ര ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ചില കാര്യങ്ങൾ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്
ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുമായിട്ട് നിങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലൊക്കെ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് നിങ്ങളോടുള്ള അപ്രോച്ച്, ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി കാണിക്കേണ്ടതും ആയിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ വരുത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് എവിടേക്കാണോ നിൽക്കുന്നത്, ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത്, അവിടെ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങി ഓടുക. ഓക്കെ, ഇറങ്ങി പോവുക. ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ ഈവൻ നിങ്ങൾക്കത് ഓക്കെ അവരായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുപോലെ ചേഞ്ച് ആവുന്നതെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവിടെ നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഇമോഷൻസ്, ആ ഒരു എനർജിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ചേഞ്ച് ആവേണ്ടതായിട്ടുണ്ട്, മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഡിവിജ്വലി സോൾവ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും വേറൊരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തൊരു മേജർ ചേഞ്ച് വരുത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾ വളരെ പേടിച്ചിട്ട് ആങ്സൈറ്റി കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നത്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ അതിലൊരു എക്സ്പേർട്ടും ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഒരു അഭിമാനം ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കൂടെ ആ ഒരു സാഹചര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റൈറ്റ്, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇനി അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈം നോക്കി ഇരിക്കുന്നില്ല. ഓക്കെ, സോ ഇറ്റ്സ് ഗുഡ്. ചില സമയത്ത് നിങ്ങളുടെ ഒരു ഇംപേഷ്യൻസ് ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും ചില കാര്യങ്ങൾ ചെയ്ത് തുടങ്ങാനും നമ്മളെപ്പോഴും ആ ഒരു പെർഫെക്റ്റ് മൊമെന്റ് നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എല്ലാത്തിലും നമ്മൾ അങ്ങനെ ക്ഷമ കാണിച്ച് അല്ലെങ്കിൽ അത് ശരിയായിട്ട് വരുന്നത് വരെ നമ്മൾ അങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്ഷമയില്ലാണ്ട് ചെയ്യാൻ മീൻസ് ലൈക്ക് നിങ്ങൾ ഒരുപാട് കാത്തിരിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു സമയത്ത് ശരിയെന്ന് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ബട്ട് അത് ആക്ച്വലി നിങ്ങൾക്ക് ഗുണമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ആക്ഷൻസ്, പെട്ടെന്ന് നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്, ക്ഷമയില്ലാണ്ട് ചെയ്യുന്നുണ്ട്, അത് ഐ ഡോണ്ട് നോ ലൈക്ക് അത് നിങ്ങൾക്കൊരു ഗുണമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അതെങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1 ത്രോട്ട് ചക്ര. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇംപ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ ഇതുവരെ സംസാരിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ മേലെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ പല മാസ്കും നിങ്ങൾ പൊളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ പോയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വിചാരിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ തോന്നൽ മാത്രമാണ്. പക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളും കഴിവുകളും ഒക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മളുടെ ചില സ്വഭാവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 months ടൈം അങ്ങനെ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത ചില ജെന്യൂൻ ക്വാളിറ്റീസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇൻട്രോവേർട്ട് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പ്ലേസിൽ യെസ് ഓർ നോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾ എങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള കഴിവുകളൊക്കെ ആയിരിക്കാം. ഓക്കെ, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കാം ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. ഓക്കെ, ആൻഡ് അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 1 what I can hear is ആർക്കെങ്കിലും നിങ്ങളുടെ മേലെ എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇനി വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിലോ,
അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുൻപ്, ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് ആൾക്കാർക്ക് നിങ്ങളുടെ മേലെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ സിറ്റുവേഷൻ ഉണ്ടായി, അങ്ങനത്തെ ഒരു വിശ്വാസം കുറഞ്ഞു നിങ്ങളുടെ മേലെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് അഗെയിൻ ലൈക്ക് നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് പല മിസ്റ്റേക്സിലൂടെ നമ്മൾ വരും അല്ലേ. സോ നിങ്ങൾക്ക് എന്താണോ അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ മേലെ ഉണ്ടായിട്ടുള്ളൊരു വിശ്വാസക്കുറവ് എന്തായിരുന്നോ അത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരിതെറ്റുകൾ നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കൊരു തെറ്റ് പറ്റി പോയിട്ടുള്ളത് അവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അവിടെ എന്തെങ്കിലും വിശ്വാസക്കുറവ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ മേലെ എന്തെങ്കിലും സംശയമോ ഒരു കോൺഫിഡൻസ് കുറവോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാം, നിങ്ങൾ പാനിക് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പതുക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ അതിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാം. ആളുകൾ സ്ലോലി നിങ്ങളുടെ ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ജെന്യൂൻ ആവണം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് ആ ഒരു ജെന്യൂനിറ്റി കാണിക്കണം. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ പറയുന്ന കാര്യത്തിലൊക്കെ ഒരു സത്യസന്ധത നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ട്. ഈ വരുന്നൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു സമയത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു സത്യസന്ധത കീപ്പ് ചെയ്യാൻ സാധിക്കണം. ഹോണസ്റ്റ് ആവണം നിങ്ങൾ. ഓക്കെ, അതുപോലത്തെ മാറ്റങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിക്കാനും പോകുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങളുടെ ഒരു ഉള്ളിലെ വെളിച്ചം വളരെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കത്തുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ കൻ സീ. ഓക്കെ, ശാന്തമായിട്ട് കത്തുക എന്ന് പറയാം. ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരി കത്തിച്ച് വെച്ചതുപോലെയാണ് ഈ ഒരു 3 months ടൈം ഉണ്ടാവുക. നിങ്ങൾ അത്ര കാം ആവുന്നുണ്ട്, അത്ര നിങ്ങൾ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ ലൈക്ക് നിങ്ങൾ എന്താണ് റീസെന്റ് ആയിട്ട് എന്തൊക്കെ മിസ്റ്റേക്സിലൂടെയാണോ നിങ്ങൾ പോയിട്ടുള്ളത്. അത് ഈവൻ ലൈക്ക് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് നിങ്ങൾ കുറച്ച് സമയമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് പ്രോബബ്ലി നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ട്. ഫിസിക്കലി മെന്റലി നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങളുടെ മനസ്സോ ശരീരമോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് മേ ബി അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ആളുകളോ അല്ലായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആരുമായിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, ശാരീരികപരമായിട്ടായിക്കോട്ടെ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ് ആരുമായിട്ടാണ്, നിങ്ങളുടെ എനർജി ടൈം ഒക്കെ ആരുമായിട്ടാണോ നിങ്ങൾ കുറച്ച് സമയമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അവിടെ ആക്ച്വലി ഓക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇതുപോലെ നിങ്ങൾ ക്യാരി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള, എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള, നിങ്ങൾ അങ്ങനെ എടുക്കാൻ പാടില്ലാത്ത എനർജീസ്, ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ ഈ വരുന്നൊരു 3 months ടൈമിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സമാധാനമാണ്. ഓക്കെ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നേച്ചർ. ഒരു വിളക്ക് കത്തിച്ചാൽ അങ്ങനെ കാറ്റൊന്നും അടിക്കാണ്ട് തന്നെ അതിങ്ങനെ ശാന്തമായിട്ട് കത്തുന്നതായിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അത്രയും ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്രയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ഈ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റിമസി, അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ. അതാണ് ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമമായിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1. ബിക്കോസ് ഈ ഒരു 3 months ടൈം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ. ആൻഡ് ഐ റിയലി ലവ് യു ഗൈസ് ഗ്രൂപ്പ് നമ്പർ 1. ഐ കൻ സീ ലൈക്ക് നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, അത്രയും
ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവത്തിലൂടെ ജീവിച്ച് അങ്ങനത്തെ ഒരാള് നന്നാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്, അല്ല ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട പോലെയാണ് നിങ്ങളുടെ ഈ ഒരു 3 months ടൈം എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൽ നിങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലോ, ഗൈസ് ലൈക്ക് നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ ഇല്ലാണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് നിങ്ങളെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വർക്ക് വിത്ത് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് വേ യു ആർ ആൻഡ് സ്വയം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഐ റിയലി ലവ് യു ഗ്രൂപ്പ് നമ്പർ 1. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hello, group number 2. What is next in your life? എന്തൊക്കെയാണ് group number 2? I don't know, group number 2, I feel very excited നിങ്ങളുടെ റീഡിങ് ചെയ്യുന്ന സമയത്ത്. ലെറ്റ് മീ നോ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. എന്തൊരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ജോബ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു സമയത്ത്. ഓർ ഗൈസ് ഇറ്റ്സ് എ കൺഫർമേഷൻ നിങ്ങൾ വെരി സൂൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു എക്സൈറ്റ്മെന്റ് തരാൻ പോകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പോവാണ്. ആൻഡ് അത് മാത്രം എന്നുള്ളതല്ല, അതിന് നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന റിസൾട്ട് നിങ്ങൾക്ക് അതിന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് എന്താണെന്നുണ്ടെങ്കിലും ഈവൻ അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ചില കാര്യത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, വാട്ട് മേജർ സിറ്റുവേഷൻ ഇസ് ഗോണ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ഓർ ബ്ലെസ്സിങ് ഇസ് ഗോണ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 2, സി നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു ഫെമിനൻ അതിന്റെ എല്ലാ തൃപ്തിയിലും എത്തുന്ന ഒരു മൊമെന്റ്സ് നിങ്ങൾക്ക് ഒരു 3 months ടൈമിൽ ഉണ്ടാവാം. നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൻ വളരെ സെറ്റിൽ ആവും, വളരെ സാറ്റിസ്ഫൈഡ് ആവും, ആൻഡ് വളരെ സേഫ് ആയിട്ടും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, സോ നിങ്ങൾ അതിനെ പറ്റി ശരിയാവോ ഇല്ലയോ നടക്കോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അവിടെ ആക്ഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനൻ എനർജിക്ക് അവിടെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നത്, കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ആ ഒരു ഐഡിയ ചെയ്ത് കഴിയുന്ന സമയത്താണ് അതിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചോണ്ടിരുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെ? യൂസ് ചെയ്യാത്തൊരു കാര്യം പോലെയാണ് അത്, റൈറ്റ്? പകരം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡിയ വന്നു, നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടായി, അത് നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്താണ് അത് റിലേറ്റഡ് ആയിട്ട് പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി വരിക, അല്ലെ? സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ട് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, കൂടുതൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എന്തിലാണ് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്? നിങ്ങൾ അവിടെ റൈറ്റ് മാസ്കുലിൻ എനർജി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫെമിനൻ എനർജിയും വളരെ ചെറിഷ് ചെയ്യുന്നുണ്ട്, വളരെ ആക്റ്റീവ് ആവുന്നുണ്ട്, ബിക്കോസ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാത്തിനോടൊരു അൺകണ്ടീഷണൽ ഫോം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ സപ്പോർട്ട്, ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഈവൻ അത് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനൻ സെറ്റിൽ ആവുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുന്നത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഏത് പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾ വളരെ സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 2,
നിങ്ങൾ ഫയർ ആണ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫുൾ ഓൺ ആണ്, നിങ്ങൾ ആക്റ്റീവ് ആണ്. ആൻഡ് അവിടുന്ന് റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഒരു എക്സ്ട്രീം ഓഫ് കോൺഫിഡൻസിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലോയൽറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്, വളരെ ലോയൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഹൈലി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ്, അത് എന്ത് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനോടൊരു ഹൈലി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഹൈലി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് ഈവൻ ഒരു ജോബിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത്രയും അതിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അതിന്റെ മേലെ കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ്, നിങ്ങളുടെ ഒരു ഫെമിനിൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഗ്ലോ ചെയ്യാൻ തുടങ്ങും, സെറ്റിൽ ആവാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് എനിക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഫൈനാൻഷ്യലി ക്യാഷിനോട് നിങ്ങൾ അത്രയ്ക്കും കണക്റ്റഡ് ആവുന്ന ഒരു ടൈമാണ്. ഐ റിയലി വോണ്ട് യു ഗൈസ് ടു കീപ് ഹൈ എക്സ്പെക്ടേഷൻ ഓൺ മണി. ഓക്കെ, ക്യാഷ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ ഇൻകത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണി ഫ്ലോസ് ഇൻ ടു മൈ ലൈഫ് എഫേർട്ട്ലെസ്ലി ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ്. പല സാധ്യതകളോടുകൂടി പല സോഴ്സിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ക്യാഷ് ഫ്ലോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്. ബിക്കോസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്യാൻ പോകുന്നത് കോൺഫിഡൻസ് ആണ്. നമുക്കറിയാം ക്യാഷ് നമുക്ക് തരുന്ന ഫ്രീഡം എന്താണെന്നുള്ളത്, അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരിക. നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ നിങ്ങളുടെ മേലെ ഫീൽ ചെയ്യാം. ഓക്കെ, സോ ഐ റിയലി വോണ്ട് യു ടു ഫോക്കസ് ഓൺ മണി. ഓക്കെ, ക്യാഷ്, ജോബ് എങ്ങനെ ഏൺ ചെയ്യാം. ബിക്കോസ് ഈ ഒരു സമയം നിങ്ങൾക്ക് അത്രയും ഫേവർ ആയിട്ടാണ് വരുന്നത്. ആൻഡ് see guys, like I feel that fire within you. എത്ര ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയൂ. എത്ര ആളുകൾ ഇതിലേക്ക് ഫോക്കസ്ഡ് ആണ്, എത്ര ആളുകൾ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയൂ. റൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ പവർഫുൾ വോയിസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, വാക്കുകൾ യൂസ് ചെയ്യുക, പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക, എഴുതി വെക്കുക, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക. ജോബ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിച്ച് കണ്ടെത്തുക. ബിക്കോസ് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് ഉണ്ടാവും, ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവും. ജോബ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോസിബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. ബിക്കോസ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക മതി, നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത സാധ്യതകളും കാണാത്ത അവസരങ്ങളും നിങ്ങളിലേക്ക് വരും. ട്രസ്റ്റ് മീ, ബിക്കോസ് നിങ്ങളുടെ ഫെമിനിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഫെമിനിൻ എനർജി, വരെ നിങ്ങൾ മെയിലോ ഫീമെയിലോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ നിങ്ങൾ അത് എടുത്ത് തുടങ്ങുക. നിങ്ങൾക്ക് ആ ഒരു മാജിക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് തുടങ്ങും. ഈ ഒരു സമയം മുതൽ ഒരു 1-2 മാസം ടൈം ടിൽ മാർച്ച് ടൈം ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹൈലി കണക്ട് ആവാൻ പോവാണ് ആ ഒരു കാര്യത്തിലേക്ക്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അംഗീകാരങ്ങളോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് ഈവൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും ഫൈനാൻഷ്യലി വരുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ പാഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ലൈക്ക് മീഡിയ ആയിട്ടോ, നിങ്ങൾ ഇൻഫ്ലുവൻസർ ആവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ട്, നിങ്ങൾ അത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ അതിലേക്ക് പ്രവൃത്തിയിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കാര്യം തുടങ്ങുകയാണ്, അവിടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ക്ലയൻസ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ പ്രൊജക്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കാം, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കാം. ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. സി ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ, കിങ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, അവിടെ മാസ്കുലിനും ഉണ്ട് ഫെമിനിനും ഉണ്ട്. അവിടെ റൈറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ അത് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്ന സമയത്താണ് ഈവൻ നിങ്ങളുടെ പാർട്ട്നേഴ്സിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ്, ഈക്വൽ ആക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കാം.
ഓക്കെ. സോ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിലേക്കാണ് ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ വരുന്നുള്ളതല്ല. ഇങ്ങനെയാണ് നിങ്ങളൊരു അടുത്തൊരു 2-3 months ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ടത് നിങ്ങൾ അത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദൂര സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടാവുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ ദൂര സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീഗൽ കൺഫർമേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വേറെ കൺട്രിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ കരിയറിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദൂര സ്ഥലത്ത് നിന്ന് ഒരു പ്രപ്പോസൽ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കാം. ഇത് ഓഫറാണ്. ഓക്കെ, കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കൺഫർമേഷൻ ക്ലാരിറ്റി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്കൊരു റൈറ്റ് അലയൻസ് വരുന്നതായിരിക്കാം, റൈറ്റ് പ്രപ്പോസൽ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുകൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എക്സ്പ്രസീവ് ആവുന്നുണ്ട്. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 അത്ര ഒരു അട്രാക്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിതൗട്ട് എനി ഇന്റൻഷൻ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ഒരു ഗ്ലോ തരുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്, അത്ര ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അത് അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ അത് അറിയുന്നുണ്ടായിരിക്കാം. ട്രസ്റ്റ് മീ ഗൈസ്. ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സെലിബ്രേഷൻ, എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ചില ആളുകൾക്ക് അത് റൈറ്റ് പേഴ്സണെ മീറ്റ് ചെയ്യുക, റൈറ്റ് പേഴ്സണായിട്ട് കൺഫർമേഷൻ ഉണ്ടാവുക, റിലേഷൻഷിപ്പിൽ എൻഗേജ്മെന്റ് ഓർ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ കൺഫേം ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ്. ചില ആളുകൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, അവരുമായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾക്ക് റീകണക്ഷൻ, റീയൂണിയൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആളുകളുമായിട്ട് നിങ്ങൾ റീകണക്ട് ചെയ്യാൻ പോവാണ്, റീയൂണിയൻ സംഭവിക്കാൻ പോവാണ്. ബട്ട് എനിക്ക് ശരിക്കും നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് വേർഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് എന്താവുന്നുള്ളത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളത് ആസ്വദിച്ച് ചെയ്യുക, നിങ്ങൾ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീകണക്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റീയൂണിയൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ വളരെ ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടായിരിക്കാം കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. വൈസായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങളെ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കാമെന്നുള്ളത്. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു 3 months ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഈ 2-3 months ടൈമിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കില്ല, അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്തും കൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ചില ആളുകൾക്ക് അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കർമ്മയിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോകുന്നതായിരിക്കാം. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ, ഈ ഒരു കറന്റ് ലൈഫ് സ്റ്റൈലിൽ സംഭവിക്കുന്നതും ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇത് ചില ആളുകൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇവിടെയാണ് എത്തിപ്പെടേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും, ഇത് പോസിബിൾ ആണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളില്ലേ നിങ്ങളുടെ മനസ്സിൽ. ട്രസ്റ്റഡ്, ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. സി, ആൻഡ് അഗൈൻ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ്
നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഓൾറെഡി നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. അത് എന്തും ആയിക്കോട്ടെ, ഞാൻ ഇവിടെ എത്തേണ്ടതാണ്, എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള അത്ര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത്, നിങ്ങളുടെ തോട്ടിലുള്ളത്, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാൻ സാധിക്കാത്തത്. എനിക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു പ്ലേസ് അല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല, ഇങ്ങനത്തെ ഒരു ആളുകളുടെ കൂടെ അല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, എനിക്ക് എന്തൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു വിഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഗൈസ് ട്രസ്റ്റ് മീ, ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് ഉണ്ട്, നിങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട്, അല്ലെ, നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, എനിക്കിതാണ് വേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യത്തിനോടുള്ള ഒരു ആഗ്രഹം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മുന്നിലുള്ളൊരു വഴി എന്ന് പറയുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദെയർ ഇൻ യുവർ ഫ്യൂച്ചർ. ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മാത്രമല്ല അത് ഗുണമായിട്ട് വരുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഒരു മാറ്റത്തിലൂടെ. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, സൊസൈറ്റിക്കും കൂടെ ആ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ അതുപോലെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ പുതിയ ആളുകളെ ലൈഫിൽ വെൽക്കം ചെയ്യാൻ നിങ്ങൾ, ബിക്കോസ് പുതിയ ആളുകൾ വരുന്നുണ്ട്, പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സി ചിലത് പഴയത് അവിടെ തന്നെ നിന്നോട്ടെ. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് അങ്ങനെ ചിലതിനോടൊക്കെ നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിന്നോട്ടെ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുക, അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുക, അത് എൻജോയ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത്. ഗ്രൂപ്പ് നമ്പർ 2, ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിയലി ലൈക്ക് യുവർ റീഡിംഗ്. ഗ്രൂപ്പ് നമ്പർ 2, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്, കമന്റ് ചെയ്യുക. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾ ചില കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില അനാവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? അനാവശ്യമായിട്ടുള്ള പ്രോമിസ് ഓർ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റബേൺ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായിരിക്കും പ്രോബബ്ലി നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? ഈവൻ ചില സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞാലും സ്റ്റിൽ നമ്മൾ ചില കമ്മിറ്റ്മെന്റ്സിനോണ്ട് നിൽക്കുന്ന ചില പ്ലേസസ് ഉണ്ടായിരിക്കണം, അല്ലെ? ചില പ്ലേസിൽ നമ്മൾ ആവശ്യമില്ലാത്തൊരു കമ്മിറ്റ്മെന്റ്സ് കാണിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ആ ഒരു കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് തന്നെയായിരിക്കാം കാണിക്കുന്നുണ്ടായിരിക്കാം, ഓർ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോടായിരിക്കാം നിങ്ങൾ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് അവിടെ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആവശ്യമില്ലാത്ത ചില കമ്മിറ്റ്മെന്റ്സ് നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? ഒരുപാട് വേദന തരുന്ന കമ്മിറ്റ്മെന്റ്സ് നമുക്ക് വേണ്ട, അല്ലെ? നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ആൻഡ് വാട്ട് ഐ ക്യാൻ സീ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ കുറച്ച് കാലമായിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇനി അവിടെ തിരുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് ഈ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്, അത് എൻഡ് ആക്കാൻ പറ്റില്ല, അതിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല, അതിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ റിയലൈസ് ചെയ്തോ, നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അവിടെ മാറ്റങ്ങൾ വരുത്താനുള്ള സകല ഫ്രീഡവും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രൂപ്പ് നമ്പർ 3, സി ഡെത്ത് ആൻഡ് റീബേർത്ത്, ഒരു കർമ്മ റിലീസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കോൺട്രാക്റ്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില ഫേസ് എൻഡ് ആവാണ്, പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ എവിടെയൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ഒരു വലിയൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുകയാണ്, ഒരു സൈക്കിൾ നിങ്ങൾ പുതിയ സൈക്കിളിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, ഈ ഒരു മാറ്റം നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ആ ഒരു
ആ ഒരു ഗ്രേറ്റ് ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ, വലിയൊരു കൺഫ്യൂഷന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് പോലെ, വലിയൊരു തലവേദന നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നത് പോലെ. ഓക്കെ, ലൈഫ് വീണ്ടും എല്ലാം സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ ഏറ്റവും ആക്ച്വലി നിങ്ങളുടെ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള പ്രയാസങ്ങളൊന്നും നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടാവില്ല. ഒരു പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈവൻ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിയൊരു ലെസൺ ആയിരുന്നു എന്ന് തോന്നുന്നത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ റെസ്പോൺസ് നിങ്ങൾക്ക് അതുപോലെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു റെസ്പോൺസ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനോട് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ ആ ഒരു സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 3 ആൻഡ് സീ ഡെത്ത്, റീബർത്ത് ആൻഡ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ലൈക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷനിലേക്ക് വരികയാണ്. അത്ര ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല, ബട്ട് എനർജറ്റിക്കലി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ പുതിയ കമ്മിറ്റ്മെന്റ്സിലേക്ക് വരുന്നുണ്ട്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ചില ആളുകൾ പ്രഗ്നൻസി സിറ്റുവേഷനിലേക്ക് വരുന്നത് കൊണ്ടാണ്. ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ശരീരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും. ഓക്കെ, സോ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ മീഡിയ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, മീഡിയ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും സാധിക്കുന്നുണ്ട്. പ്രഗ്നൻസി നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേവർ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് what I can hear ട്വിൻസ്. ഓക്കെ, ട്വിൻസിന് നിങ്ങൾ പ്രഗ്നൻസിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങൾ ട്വിൻസിൻ്റെ പാരൻസ് ആവുന്നുണ്ട്, ഒന്ന് കൂടുതൽ കുട്ടികൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. സോ എത്ര ആളുകൾ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ട്, റീസെൻ്റ് ആയിട്ട് ട്വിൻസ് ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യെസ്, നിങ്ങൾക്ക് ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങളൊരു പെൺകുട്ടിക്ക് ബർത്ത് കൊടുക്കുന്നുണ്ട്, പെൺകുട്ടി നിങ്ങളുടെ ഉള്ളിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് പ്രഗ്നൻസി ആയിരിക്കാം ചില ആളുകൾക്ക്, ഓർ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ കൂടുതൽ നൈറ്റിലായിരിക്കാം ആക്റ്റീവായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ രാത്രി ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, മേ ബി ചില ആളുകൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓർ നൈറ്റിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. എന്താ ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി അഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മാരേജ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കണം ചില ആളുകൾ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാരേജ് ഒക്കെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കല്യാണം, റൈറ്റ് ആയിട്ടുള്ള പേഴ്സണിലേക്ക് വരിക, റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാം, അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് നെക്സ്റ്റ്? സോ നിങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്? ഗ്രൂപ്പ് നമ്പർ 3, മാർക്ക് മൈ വേർഡ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിച്ചത്, സംസാരിക്കാൻ ആഗ്രഹിച്ചത്, കേൾക്കാൻ ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ആഗ്രഹിച്ചത്, മാനിഫെസ്റ്റ് ചെയ്തത്, അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ എന്തൊരു ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നുണ്ട്. ഓക്കെ, ആരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. ആരെയോ നിങ്ങൾ ജീവിതത്തിൽ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ചില ആളുകളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് ബോണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഓക്കെ, ഓർ നിങ്ങൾ ആരുമായിട്ടാണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ബിക്കോസ് അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. സോ ചില ആളുകൾക്ക് അത് മാരേജ് ആയിരിക്കാം. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റിൽ വരുന്നുണ്ട്. സംതിങ് ലൈക്ക് നിങ്ങൾ എന്തൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട്, അത് ചില ആളുകൾ ഇന്റൻഷനലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അത്ര ഡെസ്പറേറ്റ് ആയിട്ടൊരു ഡിസയർ ഉണ്ട്, ഒരു വിഷ്വൽ ഉണ്ട് ചില കാര്യങ്ങളിൽ, ചില ആളുകളുമായിട്ട്, ചില സിറ്റുവേഷനിൽ അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. സോ നിങ്ങൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കാത്തത്, അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് ചില തോട്ട്സ്, എന്തുകൊണ്ട് ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ചിലതൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എനിക്ക് ലൈക്ക് നിങ്ങളുടെ പല ലിമിറ്റേഷൻസും പതുക്കെ നിങ്ങൾ പൊളിച്ചു കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഇത്ര കാലമായിട്ട് കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ഈവൻ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളും അത് പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവാണ്. വിച്ച് മീൻസ് അത് സോൾവ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ തലയിൽ അതിങ്ങനെ പോകുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, അല്ലെ? സോ ചിലത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ചില മനസ്സിലുള്ള ചില കാര്യങ്ങൾ വിട്ട് കളയാൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ അത് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ചില കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് ചിലത് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, ചിലത് വളരെ ബ്യൂട്ടിഫുള്ളി റീകണക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എന്തൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 3, ഇത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ലെറ്റ് മീ നോ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, സോ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടോ, ജോബ്, റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം, എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേണിലൂടെയാണ് നിങ്ങൾ പോയിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ക്യാഷിന് വേണ്ടി ലൈക്ക് പ്ലെഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പർട്ടി, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കാം, വാഹനമായിരിക്കാം, ഗോൾഡ് പോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അത് നിങ്ങളുടെ കാര്യം വേറെ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് വേണ്ട ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും കാര്യങ്ങൾ പണയം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, തിരിച്ചെടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, പല കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയൊരു റിലീഫ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, പാഷൻ ഇഗ്നൈറ്റഡ്. സി ഗ്രൂപ്പ് നമ്പർ 3, ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഏതൊക്കെയോ ഡിസയർ, നിങ്ങൾക്കത് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്റ്റ്, ഒരു സമയത്ത് മെന്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ തന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സെറ്റിൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ ലൈക്ക് ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, പല ആളുകളുടെ സംസാരം, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ട് പല ആളുകളും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനപ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ക്യാഷ് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അതിലൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വലിയൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ബെസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, സോ എന്തൊരു കാര്യം നിങ്ങൾ ലൈക്ക് എഫേർട്ട്ലെസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഗ്രൂപ്പ് നമ്പർ 3, എന്തൊരു കാര്യം നിങ്ങൾ എഫേർട്ട്ലെസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, സി
Group number 3, what's next in your life? See, നിങ്ങൾ ചില കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ചില തോട്ട്സും നിങ്ങളുടെ ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കണം. കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരുന്നുണ്ടാകും. നിങ്ങൾ വളരെ കോൺഷ്യസ് ആവുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് അലൈൻഡ് ആവുന്ന കാര്യങ്ങളാണോ എന്നുള്ളത്. ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി നിങ്ങൾ മാത്രം സംസാരിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. അതിന്റെ പോസിബിലിറ്റി മാത്രം നിങ്ങൾ നോക്കുക. ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത വേഗത്തിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് സംഭവിക്കുന്നുണ്ട്. ആൻഡ് അഗൈൻ ടേക്ക് ദിസ് ആസ് എ കൺഫർമേഷൻ, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. ഓക്കെ, അത് അഗൈൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിക്കോസ് അത് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് തരുന്നുണ്ട്. നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരാളുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരിക, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു മ്യൂച്വൽ ലവ്, റെസ്പെക്റ്റ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. റിയാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഫാന്റസൈസ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ റിയാലിറ്റിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് ചില ആളുകൾക്ക് മാരേജ് ഒക്കെ പെട്ടെന്ന് ശരിയാവുന്നുണ്ടായിരിക്കണം, പ്രഗ്നൻസി ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കണം, റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഫൈനാൻഷ്യലി എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചിലത് ലൈക്ക് നിങ്ങൾ ഒരു ബിയോണ്ട് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചിലത് നിങ്ങളുടെ ഒരു ഫേസ് കംപ്ലീറ്റ്ലി എൻഡ് ആവാണ്. ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പോയി, നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് പോലെയാണ്, നിങ്ങളുടെ ഒരു പുതിയ ബർത്ത് പോലെയാണ്. അതാണ് ലൈഫ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്, ഒരു ഫ്രഷ് സ്റ്റാർട്ട്. സോ അതുവരെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്താണോ അതൊന്നും നിങ്ങളെ കൂടുതൽ ബാധിക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് കർമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3. സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.